ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ലക്ഷ്മി ബിന്ദു. ഞാനൊരു കൊല്ലംകാരിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് UK-യിലുള്ള പോർട്സ്മൗത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ UK വന്നിട്ട് ഏതാണ്ട് ഒരു 3 years ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ 3 yearsൻ്റെ UK എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ച് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ശരിക്കും UK ചൂസ് ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിൽ നമുക്ക് കോവിഡൊക്കെ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ ആ സമയത്ത് നമ്മൾ കൂടുതൽ സമയം നമ്മൾ വെറുതെ ഇരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ലെസ്റ്ററിലുള്ള രണ്ട് പേര്, അവരുടെ പേരെന്ന് പറയുന്നത് ഐഷ അലീഷ. അവർക്ക് പ്രിറ്റി ലില്ലി സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അവരെങ്ങനെ UK-യിലെത്തി, UK-യിൽ എങ്ങനെ സ്റ്റുഡൻ്റായിട്ട് വന്നു. അപ്പം ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര എല്ലാ കാര്യങ്ങളും പക്ക ക്ലിയർ ആയിട്ടായിരിക്കും അവർ വീഡിയോസിനകത്ത് പറയുന്നത്. നമുക്ക് എങ്ങനെ UK-യിൽ വരാം, നമുക്ക് UK വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പാർട്ട് ടൈം ജോബ് ചെയ്യാം, പാർട്ട് ടൈം ജോബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 hour എത്ര സാലറി കിട്ടും, ആ കിട്ടുന്ന സാലറി കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഓരോ ദിവസത്തെ ജീവിത ചെലവുകൾ എങ്ങനെയൊക്കെ ചെയ്തു പോകാം എന്നൊക്കെയുള്ള ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അവർ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോസിൽ ഭയങ്കര ഇപ്പോഴും എൻ്റെ കണ്ണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്യം എനിക്ക് നല്ല കണ്ണ് പറയുന്നത് വെച്ചാൽ അവർ കറക്റ്റ് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു തന്നപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല അല്ലേ. അങ്ങനെ ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലൊരു ആട്ടം. അപ്പോൾ എനിക്കറിയില്ല ഇത് എങ്ങനെ വരണം, അല്ല ഇവരിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഇല്ല, എൻ്റെ കയ്യിൽ യാതൊരു ഐഡിയ ഇല്ല. ഞാനിങ്ങനെ UK പോകണം എന്നുള്ളൊരു ആഗ്രഹം സത്യത്തിലുണ്ടായത് ഈ ലെസ്റ്ററിൽ ഡി മോൺഫോർട്ട് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അവർ പഠിച്ചിരുന്നത്. എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയാം. ഡി മോൺഫോർട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഐഷ അലീഷ അവരുടെ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ UK വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്ത് എന്താ ചൂസ് ചെയ്തത്? യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്ത് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഏജൻസിയെ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ മലപ്പുറത്തുള്ള സ്കൊലാബ് എന്ന് പറയുന്ന ഏജൻസിയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ആദ്യം നമ്മളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS എഴുതണമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിൻ്റെ ABCD എനിക്ക് നല്ലതുപോലെ എനിക്ക് സ്പീക്കിംഗ് അറിയത്തില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺട്രിയിൽ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാൽ എനിക്ക് UK വരികയും ചെയ്യണം. അപ്പോഴെനിക്ക് സ്കൊലാബിലെ ലസീന എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ പോർട്സ്മൗത്ത് എന്ന് പറയുന്ന യൂണിയിൽ വിത്തൗട്ട് IELTS നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്തിട്ട് വരാം. അങ്ങനെയാണ് ഞാൻ പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞ വേറെ ഒരു ഓപ്ഷനും ഞാൻ നോക്കിയിട്ടില്ല. പോർട്സ്മൗത്ത് എന്ന് പറയുന്ന യൂണി ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കുറേ വീഡിയോസൊക്കെ പോർട്സ്മൗത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, നമ്മളിവിടെ വന്ന് താമസിച്ചാൽ റെൻ്റൊക്കെ അത്യാവശ്യം കുറവാണ് ഇവിടെ, പിന്നെ നല്ല പ്ലേസാണ് ഇവിടെ. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു പോർട്സ്മൗത്ത് തന്നെ സെലക്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ് പോർട്സ്മൗത്ത് യൂണി എടുക്കുന്നത്. പ്രധാന കാരണം വിത്തൗട്ട് IELTS നമുക്ക് വരാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്ത് എന്ന് പറയുന്നത്. ഇവിടെ MSc ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് മാനേജ്മെൻ്റ് ആണ് ഞാൻ എടുത്ത കോഴ്സ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഞാൻ UK-യിൽ വരണം എന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് പോർട്സ്മൗത്ത് യൂണി ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ഹോം സിക്നെസ് ഉണ്ടായിരുന്നില്ലേ വന്നപ്പോൾ? കാരണം ഫാമിലി മാത്രമല്ല 2 ഫാമിലി ഉണ്ട്. അപ്പോൾ ഹോം സിക്ക് ഫീൽ ചെയ്തില്ല? പിള്ളേരുണ്ട്, എല്ലാവരെയും വിട്ടിട്ട് വരാൻ. ഹോം സിക്നെസ് ആക്ച്വലി ആദ്യം വന്ന സമയത്ത് എനിക്ക് ഹോം സിക്നെസ് ഇല്ലായിരുന്നു. എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. കാരണം എൻ്റെ വീട് വിട്ട് ഞാൻ ഒരു ഹോസ്റ്റലിൽ പോലും ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. ഒരു സ്റ്റഡീസ് പുറത്ത് പോയി ഒരു സ്റ്റഡീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോസ്റ്റൽ ലൈഫ് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ
ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് തന്നെ ആദ്യമായിട്ട് നമുക്ക് UK വരാനായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി എന്താണ് എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ വന്നത്. ആ സമയത്ത് എനിക്ക് ഹോം സിക്നെസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ജോബൊക്കെ കിട്ടി നാട്ടിൽ പോയിട്ട് ഈ അടുത്തിടയ്ക്ക് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഹോം സിക്നെസ്, ചെറുതല്ലായിരുന്നു, ഒരു നല്ല രീതിയിൽ എനിക്കൊരു ഹോം സിക്നെസ് ഫീൽ ചെയ്തു. പക്ഷെ ആദ്യം വന്ന ടൈമിൽ ഹോം സിക്നെസ് ഇവിടെ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യാൻ നല്ല പാടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. പേപ്പർ വർക്ക്സ് സത്യം പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു പേപ്പർ വർക്ക് ഇവിടെ വരുന്നതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത്യാവശ്യം ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരാൾക്കാണ് നമ്മൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. കാരണം എനിക്കൊരു 2 വീലർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 വീലറിനകത്ത് രാവിലെ 9 മണിക്ക് ഇറങ്ങുന്നത്. ഞാൻ ആദ്യം എഡ്യൂക്കേഷൻ ലോൺ നോക്കി. ഈ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി ഞാൻ ബാങ്കിൽ ഒരു 30 തവണയെങ്കിലും കയറി ഇറങ്ങി കാണും. 30 അല്ല, അതിൽ കൂടുതൽ കയറി ഇറങ്ങുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് എൻ്റെ ഈ UK വരുന്നതിൻ്റെ പേപ്പർ വർക്കിൻ്റെ ടൈമിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് IELTS എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് നമുക്ക് UK വരുന്നതിന്. അപ്പോൾ ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അവർക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും അത് പാസ്സാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പോലും ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും ഇരുന്ന് കാണാതെ പഠിച്ച് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ പേപ്പർ വർക്കിന് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല ഫണ്ട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ അവർക്ക് ആർക്കും അവരോട് പറഞ്ഞാലോ അല്ലെങ്കിൽ അവർക്ക് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല. കാരണം നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉള്ളൂ, ഇതെങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ആരോട് സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക്. അപ്പം എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റയ്ക്കാണ് പോയി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത്ര സ്ട്രഗിൾ ചെയ്ത് വന്നതുകൊണ്ട് എന്താ പറയുക, അത്രയും സ്ട്രഗിൾ ചെയ്ത് വരണം. അപ്പോൾ അത് കഴിഞ്ഞോട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയില്ലേ? പിന്നെ എനിക്ക് ഈ 2022 ഫെബ്രുവരി 6 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ തന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയ ഒരു ദിവസമാണ് 2022 ഫെബ്രുവരി 6 എന്ന് പറയുന്നത്. ആ ദിവസമാണ് ഞാൻ UK വന്നത്. എനിക്കെല്ലാം പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും സന്തോഷത്തോടെ പറയുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ വന്നത്. ആദ്യമൊക്കെ നമുക്കൊരു പേടി കാര്യങ്ങളൊക്കെ തോന്നുമെങ്കിലും നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഒന്നുമല്ല. നമ്മളെക്കാട്ടി മുന്നേ വന്ന 10-15 വർഷം ആയിട്ട് വന്നിട്ടുള്ളവരടുത്തൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ സെയിം നമ്മളെങ്ങനെയാണോ വന്നത് അതുപോലെയാണ് അവരും അന്ന് വന്നത്. അവരന്ന് വന്നിട്ട് ഇത്രയും പിടിച്ചു നിന്ന് അവരൊരു ബെറ്റർ ഇതായിട്ടുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ കുറേ മോട്ടിവേഷൻ എനിക്ക് പലരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ വന്നിട്ട് എന്ത് സ്വയം ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഫീൽ ചെയ്യില്ലേ? അങ്ങനെ പറഞ്ഞ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ പറ്റി. എന്താണ് ഒരു ഡെവലപ്മെൻറ്റ് ഫീൽ ചെയ്യുന്നത് സ്വന്തമായിട്ട്? നമുക്ക് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. കാരണം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഓരോ കാര്യത്തിനും നമ്മൾ പേരൻസിനെ, ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ക്വാളിറ്റി തന്നെയാണ് എൻ്റെ ലൈഫിൽ. കാരണം എനിക്ക് അത്യാവശ്യം എനിക്കിപ്പോൾ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഫുള്ളി നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റി. അതിവിടെ വന്നിട്ടാണ് ആക്ച്വലി എനിക്ക് അങ്ങനെ. അപ്പോൾ ഇനി വരുന്നവരോട് എന്താ പറയാനുള്ളത്? ശരിക്കും വരണം എന്നാണോ വരണ്ടെന്നാണോ, എന്ത് ചെയ്യണ്ട, അങ്ങനെ ഒരു ചെറുതായിട്ട് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഇനി വരുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്വാനിക്കാനുള്ള മനക്കരുത്തുണ്ടെങ്കിൽ UK നല്ലൊരു ഓപ്ഷനാണ്. കാരണം പലരും പലതും പറയും, എങ്കിലും നമുക്ക് അത്യാവശ്യം ജോബ് കണ്ടെത്തി ഏത് ജോബ് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ
നമുക്ക് UK വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും. ആദ്യമൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. ചിലപ്പോൾ ഒരു 3 months അല്ലെങ്കിൽ 6 months, ചിലപ്പോൾ 1 year, ഓരോരുത്തരുടെയും കഴിവനുസരിച്ചായിരിക്കും നമുക്ക് ജോബ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ എന്ന് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടോ ദൈവം നമുക്ക് അതിനുള്ള ഒരു പ്രതിഫലം എന്തായാലും നമുക്ക് തന്നിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കുറച്ച് നിയമങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി വരാൻ പറ്റാതെ ഇരിക്കുന്ന കുറേ പിള്ളേരൊക്കെ കാണും. ചിലപ്പോൾ വരാനിരിക്കുന്നവർ കാണും. വരാനിരിക്കുന്നവരടുത്തും അല്ലെങ്കിൽ ഇനി വരണമെന്ന് ആഗ്രഹിക്കുന്നവരടുത്തും എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. എന്ത് ജോലിയും ചെയ്യാൻ നമ്മൾക്കൊരു മനക്കരുത്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അയ്യേ ഞാൻ ഇന്ന ജോലി ചെയ്യത്തില്ല, ഞാൻ നാട്ടിൽ ഇന്നതാ പഠിച്ചത്, അതൊന്നുമല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ജോലിയും ചെയ്യുക. ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം എന്തായാലും നമുക്ക് യുകെയിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ വന്നതാണ് ഞാൻ. പക്ഷെ ഞാൻ അങ്ങ് വലിയൊരാളായെന്നല്ല, പക്ഷെ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റി. അതിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു യുകെയിലെ ലൈഫ് എക്സ്പീരിയൻസ്. ആക്ച്വലി ഈ വീഡിയോസ് എടുക്കുക, എൻ്റെ എക്സ്പീരിയൻസ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, സത്യത്തിൽ അതെൻ്റെ ഒരു പാഷനായിരുന്നു. എൻ്റെ വീഡിയോസിനകത്തൂടെ ഒരാളെങ്കിലും ഇൻസ്പയർ ആവുന്നതാണ് എൻ്റെ വിജയം. കാരണം ഒരാൾക്കെങ്കിലും എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരാൾക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറേ വീഡിയോസ് ചെയ്യണമെന്ന് ഇനിയും ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും.